ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നമ്മുടെ വീട്ടിലുള്ള ചില പെറ്റ്സുകളെയും ചെടികളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലവ് ബേർഡ്സുകളെ പരിചയപ്പെടാം. 4 പെയർ ഓഫ് ലവ് ബേർഡ്സ് ആണ് നമുക്കുള്ളത്. അത് ഏകദേശം എല്ലാ പെയറുകളും മുട്ടയിടാനായിരിക്കുന്ന സമയമാണ്. നമ്മളതിന് കലം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കലത്തിലാണത് സാധാരണ മുട്ടയിടുന്നത്. നമുക്ക് അത് 2-3 ആഴ്ചയ്ക്കുള്ളിൽ മുട്ടയിടും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. അടുത്തതായി നമുക്ക് മുയലുകളെ പരിചയപ്പെടണം. ന്യൂസിലൻഡ് വൈറ്റ് ഇനത്തിൽപ്പെട്ട മുയലാണിത്. ഇത് പ്രസവിച്ചിപ്പോൾ 2 ദിവസം ആയേ ഉള്ളൂ, കുഞ്ഞുങ്ങളാണ്. അപ്പം അതിൻ്റെ ആൺമുയലും വേറൊരു ആൺമുയൽ, ചെറിയൊരു ആൺമുയലുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതല്ലാതെ ഒരു പെൺമുയലിനെയും കൂടെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോഴേ അത് ബ്രീഡാകത്തുള്ളൂ. അതുകൂടാതെ നമുക്ക് ഇവിടെ വളർന്നു വന്ന ഒരു മുയലാണിത്. ഇതും ന്യൂസിലൻഡ് വൈറ്റ് ഇനത്തിൽപ്പെട്ട. അടുത്തതായി വെള്ളത്താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ഇപ്പോൾ 3 മാസമായ പ്രായമായ വെള്ളത്താറാവിൻ്റെ കുഞ്ഞുമാണ്. ഇത് ജോഡിയാണ്. അപ്പം ഇതിനെ നമ്മൾ നീന്താനായിട്ട് വിട്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണ് ഇതിനെ ഇപ്പം വിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. പൂർണ്ണ വളർച്ചയെത്തിയ വെള്ളത്താറാവിനെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യും. ഇനിയും അടുത്തതായി നമുക്ക് റെഡ് മോളികളെ കാണാം. ഇത് റെഡ് മോളികളുടെ പെയറിനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങളായതിനു ശേഷം നമുക്കതിൻ്റെ വേറൊരു വീഡിയോ കാണാം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ പൂർണ്ണ വളർച്ചയെത്തിയ റെഡ് മോളികളാണ് ഇപ്പം അതിനകത്ത് കാണാം. ഇനി നമുക്ക് ജയന്റ് ഗൗരാമിയാണ് കാണാം. നമുക്ക് 3 ജയന്റ് ഗൗരാമി കുഞ്ഞുങ്ങളുണ്ട്. ആൽബിനോ ഇനത്തിൽപ്പെട്ട ജയന്റ് ഗൗരാമി കുഞ്ഞുങ്ങളാണിത്. ചുവന്ന കണ്ണുകളാണ് ഇവയുടെ പ്രത്യേകത. ഏകദേശം 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള ജയന്റ് ഗൗരാമികളുടെ കുഞ്ഞുങ്ങളാണ് ഇത്. ഇനിയും വളർന്ന് ബ്രീഡ് ചെയ്യുന്ന പ്രായത്തിലേക്ക് എത്താൻ ഏകദേശം 1 വർഷം കൂടെ എടുക്കും. അടുത്തതായി നമുക്ക് കുറച്ചുകൂടെ വലിയ, ഏകദേശം 1 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ജയന്റ് ഗൗരാമികളാണ് ഇത്. ഇത് റിങ് ഇറക്കിയ ടാങ്കിലാണ് ഇതിനെ വളർത്തുന്നത്. നമ്മൾ ടാങ്ക് വൃത്തിയാക്കിയാൽ നേരം എടുത്തതാണ്. ഇതിപ്പോൾ 1 വർഷത്തിന് മുകളിലാണെങ്കിലും ഇതിൻ്റെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ കുറച്ച് നാളും കൂടെ കാത്തിരിക്കേണ്ടി വരും. ഇത് ബ്രീഡ് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും ഇതുവരെ ഇതിൻ്റെ ആണ് ഏതാ പെണ്ണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്തതായി നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് പോകാം. നമ്മുടെ തോട്ടത്തിൽ വിരിഞ്ഞ ആദ്യ മത്തങ്ങയാണിത്. ഇനിയും കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴേ ഇതിൻ്റെ വിളവെടുപ്പ് സാധ്യമാകത്തുള്ളൂ. അന്നേരം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അടുത്തതായി വെള്ളരിയാണ്. ഈ വെള്ളരി ഒരുപാട് നമുക്ക് വെള്ളരിക്ക ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി താമരത്തോട്ടത്തിലേക്ക് പോകാം. നമുക്ക് താമര വിശദമായിട്ട് തന്നെ പലതരം താമരകളെ ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ടുള്ളത് തമോ ഇനത്തിൽപ്പെട്ട താമരയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 750 പെറ്റൽസ് നമുക്ക് ഒരു പൂവിൽ നിന്നും കിട്ടുന്നതാണ്. നല്ല ഇനത്തിൽപ്പെട്ട താമരയാണ്. അടുത്തതായി വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണി കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തതായി അമരി പിയോണിയാണ്. അമരി പിയോണി വൈറ്റ് പിയോണി പോലെ തന്നെ ആണെങ്കിലും ഇതളുകൾ കുറച്ചുകൂടെ വിടർന്ന ഇതാണ്. നല്ല ഭംഗിയുള്ള പൂവുകളാണ് ഇതിൻ്റെ. അടുത്തതായി പിങ്ക് ഗോൾഡാണ്. അടുത്തതായി നമുക്ക് പക്വാൻ ഇനത്തിൽപ്പെട്ടതാണ്. ആദ്യത്തെ മുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു നാടൻ വെറൈറ്റി താമരയാണ്. നല്ല ഭംഗിയുള്ള ഒരു താമരയാണ്. അടുത്തത് D9. ഇത് മുട്ടിടാൻ പാടാണ്. ഇത് സുഭദ്ര ഇനത്തിൽപ്പെട്ട താമരയാണ്. അതിനുശേഷം കാണുന്നത് പിങ്ക് മാരിഗോൾഡാണ്. ഇത് കൂടാതെ ധാരാളം നാടൻ വെറൈറ്റി താമരകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കുറിച്ചുള്ള വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതാണ്. അടുത്തതായി നമ്മുടെ ഇവിടുത്തെ ഒരു അക്വേറിയമാണ്. ഒരു അക്വേറിയമാണ്. ഇതിൽ ഗോൾഡ് ഫിഷിനെ കാണാം, പ്ലാറ്റി, വിവിധ നിറങ്ങളിലുള്ള പ്ലാറ്റി, അതുപോലെ തന്നെ സക്കർ ഇനത്തിൽപ്പെട്ട 2 മത്സ്യങ്ങൾ, ഇവയെല്ലാം കൂടെ ചേരുന്ന ഒരു ചെറിയ അക്വേറിയമാണ് നമുക്ക് ഇവിടെ ഉള്ളത്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുമല്ലോ.